കൂട്ടര ലോകത്തുള്ളത്? ഇനി ആരാ ഈ സന്ദേശം പറയാൻ കടന്നു വരാനുള്ളത്? ഇനി ആരാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കടന്നു വരാനുള്ളത്? ഒരു പ്രവാചകൻ നമുക്ക് വരാനുണ്ടോ? ഒരു പ്രവാചകൻ നമുക്ക് വരാനുണ്ടോ? ഒരു വേദഗ്രന്ഥം നമുക്ക് വരാനുണ്ടോ? ഒരു മേധാപട്കറും ആനന്ദ് പട്വർദ്ധനും അതുപോലത്തെ ഏതെങ്കിലും തരത്തിലുള്ള ആരാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളത്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ന്യൂനപക്ഷമായ നമ്മളല്ലാതെ അല്ലേ? അതിന് ചെറിയ ഈ ഈർക്കിലി പ്രസ്ഥാനങ്ങളുടെ ഭയപ്പെടുത്തലുകൾ കാണുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നവരാ നമ്മളെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്ന് മക്കത്തെ മുശ്രിക്കുകളെ പറഞ്ഞൊരു വാചകമുണ്ട്. നബിയെ താങ്കൾ മുഹമ്മദ് നബിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. താങ്കൾ ഇഷ്ടമുള്ള പോലെ ആദർശം പ്രസംഗിച്ചു, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, താങ്കൾ സന്ദേശം പറഞ്ഞു. പക്ഷെ ഒരു ഉപകാരം ചെയ്താൽ മതി, ഒറ്റൊരു ഉപകാരം. എന്തുപകാരം താങ്കൾ ചെയ്യേണ്ടത് അറിയോ? ഞങ്ങളുടെ ദൈവങ്ങളെ കാണുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചാൽ മതി, അല്ലേ? ഒന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? ജീവിതത്തിന്റെ കൊക്കിൽ അവസാനത്തെ ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആചാരത്തിന് മുഹമ്മദ് നബി കൂട്ടുനിൽക്കല്ലെന്ന് പറഞ്ഞ പ്രവാചകന്റെ പിന്മുറക്കാരല്ലേ നമ്മൾ? എന്നിട്ട് എങ്ങനെ തൗഹീദിൽ നമുക്ക് വെള്ളം ചേർക്കാൻ കഴിയണത്? അത് നമ്മൾ പങ്കെടുക്കൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് സൗകര്യം ഒരുക്കി കൊടുത്ത ആളുകളൊക്കെ ഒരു സ്നേഹമല്ലേ, ഒരു സ്നേഹബന്ധല്ലേ, ഐക്യല്ലേ? അല്ലേ? ഐക്യത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ നരകത്തിലേക്കും തിന്മകളിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അതിന്റെ കൂടെയല്ല നമ്മൾ ചേരേണ്ടത്. അതിനൊരുപാട് പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്ത് തെറ്റാ നമ്മൾ ചെയ്തത്? നിങ്ങൾക്കറിയോ? ആദർശം സ്വീകരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാ നമ്മൾ. അന്ന് വെള്ളം കോരാനും വിറക് വെട്ടാനും നടന്ന പാവപ്പെട്ട കേരളത്തിലെ ആദർശ പ്രസ്ഥാനത്തിന്റെ വെള്ളം കോരികളും വിറക് വെട്ടുകാരുമായ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഈമാൻ, ആ വിശ്വാസം ഇനി ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ നമ്മുടെ മനസ്സുകളിലുണ്ടോ? അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് ശിർക്കിന് ന്യായീകരണങ്ങൾ ഉണ്ടാക്കിയ വലിയ വലിയ പണ്ഡിതന്മാരുടെ സ്റ്റേജുകളിലേക്ക് കടന്നു ചെയ്തിട്ട് വെള്ളം കോരാനും വിറക് വെട്ടാനും പോയ പാവപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ചെന്നിട്ട് നിങ്ങൾ ശിർക്കിന് വേണ്ടി ഓതിയ ആയത്ത് ഏത് പണ്ഡിതനെ വിശദീകരിച്ചു, ആരതിനെ വിശദീകരിച്ചു എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നത് വലിയ വലിയ പണ്ഡിതന്മാർക്കല്ല. സൈക്കിളുകളിൽ കയറി അങ്ങട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്ന് ജീവിതത്തിന്റെ രണ്ടറ്റവും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടിയിരുന്ന പാവപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്കായിരുന്നെങ്കിൽ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ആഡംബരങ്ങളും സന്തോഷങ്ങളും എല്ലാം വർദ്ധിച്ച ഈ കാലത്ത് നമുക്കെന്തേതിന് കഴിയാത്തത്? എവിടെയാ നമ്മുടെ വിശ്വാസങ്ങൾക്ക് പാളിച്ച സംഭവിച്ചത്? എവിടെയാ നമ്മുടെ ആദർശത്തിന് മാറ്റം സംഭവിച്ചത്? അല്ലേ? ഒരു ശക്തമായ പ്രഭാഷണം കേൾക്കുമ്പോൾ അത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന ആളുകളാ ആരെയും നമ്മൾ വിമർശിക്കണം. നമ്മളെന്തേ ഈ സമൂഹത്തോട് ചെയ്ത് തെറ്റ്? പൊന്നാനിയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ കഴുത്തിക്കടന്ന് പൊട്ടിച്ചു തരേണ്ടുവെന്ന മാലപ്പടക്കം പൊട്ടിച്ചു തരുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്ക ജനങ്ങളെ എന്ന് നിങ്ങൾ ഈ വാലക്കപ്പറക്കം എറിഞ്ഞ് കൊന്നാലും ശരി, എന്റെ ശരീരം പൊന്നാനിയിലെ മണ്ണില് പിടഞ്ഞു വീണ് മരിച്ചാലും ശരി, എന്റെ ശരീരത്തിലെ ചോരത്തുള്ളികൾ ഓരോ തുള്ളിയായിട്ടും ഇറ്റിറ്റ് വീണാലും അവസാനത്തെ രക്തത്തുള്ളിയും എന്റെ ശരീരത്തിൽ നിന്ന് പോയി ജീവിതത്തിന്റെ കണിക, ജീവന്റെ കണിക എന്റെ ശരീരത്തിൽ ബാക്കിയുള്ള കാലത്തോളം സഹോദരങ്ങളെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, പടച്ചവരെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ദർഗകളും മക്ബറകളും ജാറങ്ങളുമല്ല എന്ന് നിങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരായിരുന്നില്ലേ നമ്മുടെ മുൻഗാമികൾ? നമുക്ക് മാർഗദർശനം കാണിച്ചു തന്നവര്. അവരുടെ പിന്മുറക്കാരല്ലേ നമ്മൾ? എന്നിട്ട് ചെറിയ ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ ആദർശവും വേണ്ട, പ്രബോധനവും വേണ്ട, ഇതൊന്നും സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവനേക്കാളും വലിയ ആദർശരാഹിത്യത്തിൽ ഏർപ്പെട്ടവൻ വേറെ ആരാ സഹോദരങ്ങളെ ഉള്ളത്? വേറെ ആരാ നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ളത്? അല്ലേ? നമ്മൾ എന്താ ഈ സമൂഹത്തോട് ചെയ്ത് തെറ്റ്? ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളുകളുടെ വീട്ടിൽ കയറി അക്രമം കാണിക്കാൻ ഇന്നുവരെ നമ്മൾ ആരും ചെന്നിട്ടില്ലല്ലോ. ഒരാളെപ്പോലും കല്ലെറിയാൻ നമ്മൾ ഇന്നുവരെ ചെന്നിട്ടില്ല. ഇന്നുവരെ ഒരാൾക്ക് നേരെയും അനീതിയുടെയും അക്രമത്തിന്റെയും സംസാരം പറയാൻ നമ്മൾ ആരും ചെന്നിട്ടില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്ത തെറ്റ്? നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രം നിങ്ങളൊന്ന് ആരാധിക്ക്, നിങ്ങളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ മാത്രം നിങ്ങളൊന്ന് ആരാധിക്ക്, ആ റബ്ബിനെ മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യ്, ആ റബ്ബിന് മാത്രം നിങ്ങൾ നേർച്ചകൾ അർപ്പിക്ക്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു പോയതിന്റെ പേരിലല്ലേ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത്? ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പേരിന്റെ പേരിൽ അനുഭവിക്കുമ്പോ നമുക്കിതൊന്നും ക്ഷമിക്കാനും സഹിക്കാനും കഴിയില്ലെങ്കിൽ
ഇതൊന്നും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ആദർശം സ്വീകരിച്ചവരാ സഹോദരങ്ങളെ? സ്വർഗത്തിലേക്ക് മുൻകടന്നു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയോ? ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി കൊടുത്തുകൊണ്ടായിരുന്നു അവർ മുഴുവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയത്. അംർ ബിൻ ജുമൂഹ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരു സഹാബി, വികലാംഗനായിരുന്ന അംർ ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു, ഉഹദ് യുദ്ധത്തില് പുറപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. 4 മക്കളും യുദ്ധത്തിന് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നു. അംർ ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു വളരെ വലിയ വികലാംഗനായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഏന്തി വലിഞ്ഞ് നടക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എന്നെ യുദ്ധത്തിനയക്കണം, എന്നെ ജിഹാദിനയക്കണം, എന്നെ ഒരു യുദ്ധത്തിന്റെ പോരാട്ടഭൂമിയിൽ റസൂലുള്ളാഹി താങ്കൾ നിശ്ചയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദമില്ലല്ലോ, എന്തിനാ താങ്കൾ വന്നത്? മക്കള് 4 ആളും പറഞ്ഞു, നബിയെ സമ്മതിക്കരുത്, നബിയെ സമ്മതിക്കരുത്, നബിയെ സമ്മതിക്കരുത്, നബിയെ, ഞങ്ങൾ 4 ആളും പോകുന്നുണ്ടല്ലോ, ഇനി ബാപ്പ എന്തിനാ ഈ കൊയ്യാത്ത കാലം വെച്ച് നടക്കാൻ കഴിയാത്ത ശരീരവുമായിട്ട് യുദ്ധത്തിനിറങ്ങി പോകുന്നത്? എന്തിനാ നബിയെ? അതുകൊണ്ട് താങ്കൾ അനുവദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ, എന്തിനാ നീ പോകുന്നത്? നിന്റെ 4 മക്കൾ പോകുന്നുണ്ടല്ലോ, നിനക്ക് യുദ്ധം ചെയ്യാൻ അനുവാദമില്ലല്ലോ, നിനക്ക് നിർബന്ധമില്ലല്ലോ, വികലാംഗനല്ല നീ. അംർ ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറഞ്ഞു, നബിയെ, ഞാൻ മരിക്കുമെന്ന പേടി കൊണ്ടാണ് എന്റെ മക്കൾ എന്നെ തടയണത്, പക്ഷേ ആദർശത്തിന് വേണ്ടി ജീവിതം കൊടുക്കാൻ എനിക്ക് ഭയമില്ല നബിയെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമത്ത് തൗഹീദിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഉഹദ് യുദ്ധത്തിന്റെ പോരാട്ട ഭൂമിയിലെ ശത്രുക്കളുടെ മർദ്ദനമേറ്റ് ഈ അംർ ബിൻ ജുമൂഹ് മരിക്കേണ്ടി വന്നാൽ അതാണ് ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. വികലാംഗനായിട്ട് ഞണ്ടനായിട്ട് എനിക്ക് സംഭവിച്ച ഈ കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണ് നബിയെ. അതുകൊണ്ട് എന്റെ മക്കളെ പറയുന്നത്, താങ്കൾ കാര്യമാക്കേണ്ട, എന്നെ യുദ്ധത്തിനയക്കണം, യുദ്ധത്തിന്റെ പോരാട്ട ഭൂമിയിലേക്ക് അംർ ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്ന